എന്താ പണിക്കരെ ഇന്നലെ ഉത്സവം പറയുമ്പോ കച്ചവടം ഉണ്ടേ നിങ്ങക്ക്? ഞങ്ങള് പ്രശ്നം സോൾവ് ചെയ്തു. പാവങ്ങള് സമാധാനമായിട്ട് ജീവിച്ചോട്ടല്ലേ. പിന്നല്ലാതെ. എന്താ നിങ്ങളുടെ പേര്? ഉമ്മർ. ഇതെന്താ കെട്ടും ചേടൊക്കെ ആയിട്ട്? ഞാൻ അമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞു. പ്രാവശ്യത്തായിട്ട് കുറെ സമ്മാനങ്ങളാ കൊടുത്തൊന്നും മാപ്പ് പറയണം. ഞാൻ തിരികെ വരികയാണെങ്കിൽ കാണാം. പാവം ഹൈസ്കൂൾ തോറ്റ മനസ്സ് എത്ര പെട്ടെന്ന് അലിഞ്ഞി. എല്ലാരും കൂടെ എടുത്തോ. 2 രൂപ. അത് മതി, പോ. എന്നോട് ക്ഷമിക്കണം അമ്മേ. എല്ലാ തെറ്റുകൾക്കും മാപ്പ്. ഞങ്ങൾ ഇവിടെ താമസിക്കാൻ പറ്റുന്നില്ല. എത്ര കാലം വേണേലും നിങ്ങൾ ഇവിടെ താമസിച്ചോ. ഒരു തവണ പോലും നിങ്ങൾ വാടക മുടക്കിയിട്ടില്ല. ഈ വീട് ചീത്തയാക്കിയിട്ടില്ല. അങ്ങനെയുള്ള നിങ്ങളോട് ഞാൻ വലിയ ക്രൂരതയാ കാണിച്ചത്. എന്നോട് ക്ഷമിക്കില്ലേ അമ്മേ? എന്താ പണിക്കര് ഇത്? അതിന് പണിക്കര് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. വാടകക്കാരി വീട്ടിൽ നിറങ്ങാതിരുന്ന ആർക്കും ദേഷ്യം തോന്നും. ഈ പറഞ്ഞത് അമ്മയുടെ വലിയ മനസ്സ്. ഞാൻ ചെയ്ത തെറ്റിന് നല്ല ഒന്നാം തരം ശിക്ഷ എനിക്ക് കിട്ടുകയും ചെയ്തു. സിറ്റിയിൽ ഞാൻ താമസിച്ചിരുന്ന ലോഡ്ജില് മുറി വെച്ചിരുന്ന 6000 രൂപ ആരോ കട്ടുകൊണ്ടുപോയി. എനിക്കത് കിട്ടണം. 6000 രൂപയോ? 6000 രൂപ. ആ നിമിഷം ഞാൻ ആ ലോഡ്ജിൽ നിന്ന് ഇറങ്ങി. എന്തിനാ ലോഡ്ജിൽ താമസിച്ച? അത് ഈ ചില്ലറ കോൺട്രാക്ട് വർക്കുണ്ടേ. ബില്ല് മാറി കിട്ടണം. എഞ്ചിനീയർ ഓഫീസിൽ ദിവസവും പോണം. ആരാമ ഈ മുറി താമസിക്കുന്നത്? ആരുമില്ല. എനിക്കും തോന്നി. 2 ദിവസത്തിനാകും ബില്ല് മാറി കിട്ടും. ലോഡ്ജിൽ പോകാൻ ഇനി എനിക്ക് ധൈര്യമില്ല. 2 ദിവസം ഞാൻ ഒരു ഉപദ്രവം ഉണ്ടാക്കില്ല. ഈ മുറി താമസിച്ചോട്ടെ. അയ്യോ, അത് അമ്മയുടെ മോനെ പോലെ എന്നെ കരുതണം. അതല്ല, പണിക്കര് കിടക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇത് പണിക്കരുടെ വീടല്ലേ. അയ്യോ, ആ അധികാരത്തിൽ വന്നതല്ലമ്മേ. വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാ. അപ്പൊ ഞാൻ സാധനങ്ങളൊക്കെ അകത്തേക്ക് വെക്കട്ടെ? സാധനങ്ങളോ? ഞാനത് പറയാൻ മറന്നു. ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. ലോഡ്ജിലായാലും വീട്ടിലായാലും ഞാൻ എന്റെ സ്വന്തം കട്ടിലേ കിടക്കൂ. മറ്റുള്ളവരുണ്ടാക്കിയ ഒരു തരി ഭക്ഷണം പോലും ഞാൻ കഴിക്കില്ല. അതുകൊണ്ട് എല്ലാവിധ സജ്ജീകരണങ്ങളും ഞാൻ കൂടെ കൊണ്ട് നടക്കും. എന്നകത്തേക്ക് വെക്കട്ടെ? ഈ പെട്ടിയെന്ന് വിളിച്ചേ. മാറിക്കേ.